അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ദുഖാനിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇന്ന് 50 മുതൽ 59 വരെ, അതായത് ഈ സൂറത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. ഫീ ജന്നാതിൻ വഉയൂൻ. يلبسون من سندس واستبرق متقابلين. كذلك وزوجناهم بحور عين. يدعون فيها بكل فاكهة آمنين. لا يذوقون فيها الموت إلا الموتة الأولى. ووقاهم عذاب الجحيم. فضلا من ربك ذلك هو الفوز العظيم. فإنما يسرناه بلسانك لعلهم يتذكرون. فارتقب إنهم مرتقبون. പഠിതാക്കളെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് പരലോകത്ത് വെച്ച് സത്യനിഷേധികൾക്ക് അള്ളാഹു നൽകുന്ന നരകത്തിൻ്റെ ശിക്ഷകളെ സംബന്ധിച്ചാണ്. ശിക്ഷകളുടെ വിവിധ രൂപങ്ങൾ അവിടെ വിശദീകരിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ വഈദ്, മുന്നറിയിപ്പ് അല്ലെങ്കിൽ താക്കീതുകൾ എന്ന നിലക്ക് വിശദീകരിക്കുന്നതാണ് ഇത്തരം ശിക്ഷകളെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ ശേഷം അള്ളാഹുവിൻ്റെ വഅദ് അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, അള്ളാഹു നൽകുമെന്നേറ്റിട്ടുള്ള സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൽ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുക, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. ഇന്ന, തീർച്ചയായും, അൽ മുത്തഖീന, തഖ്വ ഉൾക്കൊണ്ട് ജീവിച്ചവർ അഥവാ സൂക്ഷ്മത പാലിച്ചവർ, ഫീ മഖാമിൻ, അവർ വാസസ്ഥലത്തായിരിക്കും. മഖാം പറഞ്ഞാൽ വസിക്കുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ അർത്ഥം. അമീൻ, സുരക്ഷിതമായ. അപ്പോൾ സുരക്ഷിതമായ വാസസ്ഥലത്തായിരിക്കും അവർ, അഥവാ നിർഭയമായ, ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത നിർഭയമായ അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ കഴിയും നാളെ പരലോകത്ത്, സ്വർഗത്തിൽ എന്നർത്ഥം. അപ്പോൾ മുത്തഖികളായ ആൾക്കാർ, മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കല്ലും മുള്ളും വിഷപ്പാമ്പുകളും മാലിന്യങ്ങളും അങ്ങനെ എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ, ദുർഘടമായ ഒരു വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ ആ വഴിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ, ഓരോ കാലും എടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. അങ്ങനെയാണല്ലോ ദുനിയാവിലൂടെ ജീവിതയാത്ര അവസാനിക്കുന്നത് വരെ പോകൽ ഓരോരുത്തരുടെയും നിർബന്ധമാണ്. അതുപോലെ തന്നെ അപ്പോൾ ആ ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കാലടി വെക്കുമ്പോഴും അവിടുത്തെ ഒരപകടവും തന്നെ ബാധിക്കാതിരിക്കാൻ, ഒരു കുപ്പിച്ചില്ല് കാലിൽ തറക്കാതിരിക്കാൻ, അവിടുത്തെ ചെളി തൻ്റെ വസ്ത്രത്തിൽ പുഴളാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യം ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ,
അല്ലെങ്കിൽ ചുറ്റുഭാഗത്തുമുള്ള വിഷപ്പാമ്പുകളുടെ കടി ഏൽക്കാതിരിക്കാൻ, അങ്ങനെ ഓരോന്നും സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ഓരോ കാലും മുമ്പോട്ട് വെച്ച് കൊണ്ട് പോവുക. അതാണ് ചുരുക്കി പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ അങ്ങനെയാണ് സ്വഹാബത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ജീവിതം എന്ന ദുർഘടമായ പാത, 4 ഭാഗത്തു നിന്നും തെറ്റുകളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങളും മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന, അവൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയാൻ ചുറ്റുഭാഗത്തുമായി പതിയിരിക്കുന്ന വിഷപ്പാമ്പുകളും എല്ലാമാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം സൂക്ഷിച്ച് സൂക്ഷ്മത പാലിച്ച് അതൊന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ നേർക്ക് നേരെയുള്ള പാതയായി, വളവില്ലാത്ത പാതയായി അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീം എന്ന ചൊവ്വായ പാത, ആ പാതയിലൂടെ ജീവിക്കുന്നവർ അവരാണ് മുത്തഖികൾ എന്ന് പറയുന്നത്. തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ അഥവാ ഭയഭക്തർ എന്നൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ പറയും. അങ്ങനെയുള്ള മുത്തഖികൾക്കാണ് ഇതേപോലെയുള്ള സൗകര്യങ്ങളൊക്കെയും അള്ളാഹു ഒരുമിച്ച് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. തുടർന്ന് 52-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഫീ ജന്നാത്തിൻ വഉയൂൻ. ഫീ ജന്നാത്തിൻ, തോട്ടങ്ങളിലാണ്. ജന്നത്ത് തോട്ടം, ജന്നാത്ത് തോട്ടങ്ങൾ. സ്വർഗത്തിന് ജന്നത്ത് എന്ന് പറയാറുണ്ട്, തോട്ടം എന്ന അർത്ഥത്തിലാണ്. ഒരുപാട് തോട്ടങ്ങൾ, സുഖസൗകര്യമുള്ള തോട്ടങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിന് ജന്നത്ത് എന്ന് സ്വർഗത്തിന് പറയുന്നത്. അപ്പോൾ തോട്ടങ്ങളിലായിരിക്കും അവർ. വഉയൂൻ, ഉറവകളിലുമായിരിക്കും, അരുവികളെ. ഐന് പറഞ്ഞാൽ അരുവി അല്ലെങ്കിൽ ഉറവജലം. അരുവികളൊക്കെ ഉറവജലാണല്ലോ, അതും അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ ഫീ ജന്നാത്തിൻ വഉയൂൻ, ആ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവരായി നേരത്തെയുള്ള ആയത്തിൽ പറഞ്ഞ ആ മുത്തഖികൾ, അവർ സ്വർഗത്തിൽ ഒരുപാട് തോപ്പുകൾ അവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ അരുവികളും, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള പാലിൻ്റെയും തേനിൻ്റെയും അരുവികൾ എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ പല സ്ഥലത്തും. അങ്ങനെയുള്ള പലതരം അരുവികളും അവർക്കവിടെ ഉണ്ടായിരിക്കും. തുടർന്ന് വീണ്ടും 53-ാമത്തെ ആയത്തിൽ അള്ളാഹു മറ്റ് ചില സുഖസൗകര്യങ്ങളെ പറ്റി വിശദീകരിക്കാം. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. യൽബസൂന, അവർ ധരിക്കും, വസ്ത്രം ധരിക്കുന്നേ. മിൻ സുന്ദുസിൻ, പട്ടുകൊണ്ട്. സുന്ദുസ് എന്ന് പറയുന്നത് മിനുസമുള്ള പട്ട് എന്നാണ്. പഴയ ഭാഷയിൽ മിനുസപ്പട്ട് എന്നൊക്കെ പറയും. അപ്പം നല്ല നേരിയ മിനുസമുള്ള പട്ടിൻ്റെ വസ്ത്രവും. ഇസ്തബറഖ്, ഇസ്തബറഖും പട്ട് തന്നെയാണ്, മറ്റൊരു ഇനം പട്ടിൻ്റെ. അതല്പം പരുക്കനും കട്ടി കൂടിയതുമായിട്ടുള്ള ഇതിൻ്റെ പട്ടിൻ്റെ വസ്ത്രത്തിനാണ് ഇസ്തബറഖ് എന്ന് പറയാം. അപ്പം നേരിയ പട്ടും അതുപോലെ തന്നെ കനം കൂടിയ പരുക്കൻ പട്ടു വസ്ത്രവും അത് എല്ലാം അവർ ധരിക്കും, അവർക്ക് ധരിക്കാൻ കൊടുക്കും. മുത്തഖാബിലീൻ, അവർ പരസ്പരം അഭിമുഖമായി കൊണ്ടിരിക്കും. മുത്തഖാബിൽ പറഞ്ഞാൽ പരസ്പരം അഭിമുഖമായി കൊണ്ടിരിക്കുക. തമ്മനെ ആ മുഖത്തോട് മുഖം ഇരുന്ന് സല്ലപിച്ച് സംസാരിച്ച് അങ്ങനെ തമാശകളും സന്തോഷത്തിൻ്റെ വാക്കുകളും സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് 53-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ? വിവിധ തരം വസ്ത്രങ്ങൾ അവർക്ക് അണിയിക്കപ്പെടും. അവർക്ക് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അത് പട്ടിൻ്റെത് എടുത്ത് പറഞ്ഞത് വളരെ വില കൂടിയ ഇനം വസ്ത്രമായതുകൊണ്ട് പട്ടുവസ്ത്രം എന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇത് മാത്രമല്ല, വ്യത്യസ്ത തരത്തിൽ ഓരോരുത്തരും എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത്തരത്തിലുള്ള വസ്ത്രങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ലഭിക്കും. പിന്നെ ആരും തമ്മിൽ മിണ്ടാത്തവരൊന്നുമല്ല, എല്ലാവർക്കും കിട്ടിയതും വെച്ച് കൂടുക, അങ്ങനെ ഉണ്ടല്ലോ. കാര്യമായിട്ടൊക്കെ കിട്ടിയാൽ കിട്ടിയതും വെച്ച് കൂടുക, അതല്ല. അവർ മുത്തഖാബിലീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അഭിമുഖമായിരുന്ന് സല്ലപിക്കുന്നവരായിരിക്കും അവർ. ഇനി 54-ാമത്തെ ആയത്തിൽ മറ്റു ചിലത് അള്ളാഹു അവർക്ക് നൽകുന്ന കാര്യം പറയുന്നത്. കദാലിക വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ. കദാലിക, അപ്രകാരമാകുന്നു കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെയുള്ളതാണ് അവിടെ ലഭിക്കുന്നത്. കദാലിക്കാരന് അപ്രകാരം ആണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വസവ്വജ്ന, നാം അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും. ഹും, അവർക്ക്. സവ്വജ്ന, നാം വിവാഹം ചെയ്യിക്കും. ഹും, അവരെ. ബിഹൂരിൻ ഈൻ, ഹൂറിൻ ഈനുകളെ കൊണ്ട്, ഹൂറിൻ ഈനുകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും അവർക്ക്, അഥവാ ഇണയാക്കി കൊടുക്കും. അപ്പോൾ കദാലിക വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ, അങ്ങനെയാകുന്നു അവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ കാര്യം. അതായത് ഹൂറിൻ ഈനുകളായ സ്ത്രീകളെ, വെളുത്ത വിശാല നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർക്ക് ഇണകളായിട്ട് അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇണകളായിട്ട് നൽകുന്ന പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന, ഇവിടുത്തെ പോലെ കല്യാണം ഉണ്ടോ? അത് നിക്കാഹ് എന്ന് പറഞ്ഞില്ല, വിവാഹ ബന്ധം, വിവാഹ ഉടമ്പടി അത് നടക്കുമോ? അതൊന്നുമില്ല, അതില്ല എന്നാണ്. അവർക്ക് ഇണകളായിട്ട് അള്ളാഹു
ഹൂറുൻ ഐനുകളായ സ്ത്രീകളെ അള്ളാഹു ഇണകളായിട്ട് അവർക്ക് നൽകും, അല്ലെങ്കിൽ അവർക്ക് ഇണകളായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. ഇതും അവർക്ക് ലഭിക്കുന്ന മറ്റൊന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ 85-ാമത്തെ ആയത്തിൽ ഹൂറുൻ ഐനുകളെ സംബന്ധിച്ച് ഹൂറുല്ലീൻ എന്നൊക്കെ നമ്മൾ പറയും. ഹൂറുൽ ഐനാണ്, ലീനല്ല, ഹൂറുൽ ഐൻ. അത് ഇൽ ഐ കൊടുക്കുമ്പോൾ ലീ ആയി പോകുന്നതാണ് നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ ഹൂറുൽ ഐനുകളായ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന. അപ്പോൾ ആരാണ് ഈ ഹൂറുൽ ഐനുകളായ സ്ത്രീകൾ? അത് ദുനിയാവിലുള്ള സ്ത്രീകൾ തന്നെയാണോ, അതോ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു വിഭാഗം സ്ത്രീകളാണോ? അതുപോലെ തന്നെ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളും ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ട് അങ്ങനെ നന്മകൾ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിച്ച സ്ത്രീകളും, ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ടോ? ഉണ്ട് എന്നാണ് ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വർഗത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മെയ്യാമണികളായ സ്ത്രീകളുണ്ട് എന്നാണ്. അവർക്ക് ഹൂറുൻ ഐൻ എന്ന് പേര് പറയാൻ എന്താണ്? ഹൂറ് എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അതായത് അവരുടെ കൺതടങ്ങൾ നല്ല വെളുപ്പായിരിക്കും. കണ്ണിനുണ്ടല്ലോ, കണ്ണിനൊരു ഭാഗം കറുപ്പ്, നടുക്ക് കറുപ്പ്, കൃഷ്ണമണിയൊക്കെ ഉള്ള ഭാഗം കറുപ്പ്, ചുറ്റുഭാഗത്തും വെളുപ്പ് ഒക്കെയാണല്ലോ. അപ്പോൾ കണ്ണിൻ്റെ വെളുത്ത ഭാഗം സുന്ദരമായ വിധത്തിലുള്ള വല്ലാത്ത വെളുപ്പായിരിക്കുന്ന. എന്നാൽ കറുത്ത ഭാഗമാണെങ്കിലോ, കണ്ണിന് കറുപ്പുണ്ടല്ലോ, കറുത്ത ഭാഗം അതുപോലെ തന്നെ ആ വെളുപ്പിന് സമാനമായ വിധത്തിൽ വളരെ കട്ടിയായ കറുപ്പുമായിരിക്കും. അപ്പോൾ കട്ടി കൂടിയ കറുപ്പും കട്ടി കൂടിയ വെളുപ്പും കൊണ്ട് വിശാലമായ നേത്രങ്ങളുള്ള സ്ത്രീകളാണ് അവരെന്നാണ്. അതായത് സൗന്ദര്യത്തിൻ്റെ നിറകുടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വെളുപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഹൂർ എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണിൻ്റെ മാത്രം വെളുപ്പാണോ? അത് മാത്രമല്ല എന്നും ഹദീസിൽ കാണാം. അത് കാലിലും ശരീരത്തിൻ്റെ ഭാഗം മുഴുവനും അങ്ങനെയായിരിക്കുന്ന തൊലി വളരെ നേർത്ത തൊലിയായിരിക്കുമെന്ന, അതീവ സൗന്ദര്യമുള്ള നല്ല വെളുപ്പ് നിറമുള്ള നല്ല സുന്ദരികളായ സ്ത്രീകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. ഇഹലോകത്തുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി സൗന്ദര്യം. അപ്പോൾ അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദമീയാത്ത്, അതായത് ആദമിൻ്റെ പുത്രിമാരായ മക്കൾ ഉണ്ടല്ലോ, ദുനിയാവിൽ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ കിടക്കുന്നവർ, അവർക്കുമുണ്ടായിരിക്കും അതീവ സൗന്ദര്യം എന്നാണ്. ഇന്ന് ദുനിയാവിലുള്ള അവസ്ഥയല്ല, വാർദ്ധക്യം പ്രാപിച്ച് വൃദ്ധകളായിട്ട് മരണപ്പെടുന്നവരുണ്ട്. അവരൊക്കെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്നത് നല്ല കന്യകകളായ നല്ല സുന്ദരികളായ അവസ്ഥയിലായിരിക്കും. അള്ളാഹു അവരുടെ രൂപം മാറ്റുമെന്നാണ്. ഒരിക്കലും ഒരു വൃദ്ധ സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാ, അതായത് പ്രവാചകരെ, എന്നെ സ്വർഗത്തിലാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, അതിന് വൃദ്ധകളൊന്നും സ്വർഗത്തിൽ കിടക്കൂലല്ലോ, വൃദ്ധകളൊന്നും സ്വർഗത്തിലുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ വല്ലാതെ കരഞ്ഞു, വല്ലാതെ സങ്കടപ്പെട്ടു. എനിക്ക് സ്വർഗം കിട്ടൂല എന്നല്ലേ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ തന്നെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് പ്രവാചകരെ വൃദ്ധകളൊന്നും സ്വർഗത്തിലുണ്ടാവില്ല എന്ന്, അപ്പം ഞാൻ നരകത്ത് പോകുന്നാണോ? അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്ത, അതെടി പെണ്ണേ, പറയലല്ല ഞാൻ ഉദ്ദേശിച്ചത് വൃദ്ധകളായ അവസ്ഥയിൽ ഒരൊറ്റ സ്ത്രീയും സ്വർഗത്തിലുണ്ടാവില്ല. അവരെ എല്ലാവരെയും പടച്ച റബ്ബ് നല്ല കന്യകകളാക്കി നല്ല സുന്ദരികളാക്കിയിട്ടായിരിക്കും സ്വർഗത്തിൽ അള്ളാഹു അവരെ സൃഷ്ടിക്കുക. സ്വർഗത്ത് പ്രവേശിപ്പിക്കുമ്പോൾ അങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ, പുനർജന്മത്തിൽ അങ്ങനെയായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നീ സ്വർഗത്തിൽ പോകില്ല എന്നല്ല. അവിടെ ഒരൊറ്റ വൃദ്ധജനങ്ങളും ഉണ്ടാവില്ല, എല്ലാം സുന്ദരന്മാരും സുന്ദരികളുമായ ചെറുപ്പക്കാരികളുമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്. അത് ഹദീസ് ആയത്ത് തന്നെ ആ വിഷയത്തിലുണ്ട്. വജഅൽനാഹുന്ന അബ്കാറ, അങ്ങനെ നമ്മൾ അവരെ ആ വൃദ്ധകളായ സ്ത്രീകളെപ്പോലും നല്ല കന്യകകളായിട്ട് സൃഷ്ടിക്കും എന്നൊക്കെ മാറ്റും എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദമിൻ്റെ മക്കളായ പുത്രിമാരായ സ്ത്രീകളും സ്വർഗത്തിലുണ്ടായിരിക്കും സുന്ദരികളായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരിൽ, അതായത് ഹൂറുല്ലീങ്ങളായ സ്ത്രീകളാണോ സ്വർഗസ്ത്രീകളാണോ, ദുനിയാവിൽ സൽക്കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളാണോ ഉത്തമർ? ആർക്കാണ് അവിടെ അഫ്ളലിയത്തുള്ളത്, അതായത് ശ്രേഷ്ഠത കൂടുതലുള്ളത്? സ്വർഗസ്ത്രീകൾക്കാണോ ദുനിയാവിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെ സ്വർഗം നേടിയെടുത്ത സ്ത്രീകൾക്കാണോ? അപ്പോൾ ഹദീസിൽ നിന്ന് നമുക്ക് പല ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുനിയാവിലെ സ്ത്രീകൾക്കാണ് അവിടെ
സ്വർഗീയ സ്ത്രീകളെക്കാളും സ്ഥാനമാനങ്ങളും പദവികളും ശ്രേഷ്ഠതകളും ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അതിൽ കുറേ ഹദീസൊക്കെ ലൈഫായ ഹദീസുകളാണ്. എന്നാലും മൊത്തത്തിൽ നോക്കിയാൽ സ്വർഗസ്ത്രീകളെക്കാളും അഥവാ ഹൗറുല്ലീങ്ങളെക്കാളും ശ്രേഷ്ഠത സ്വർഗത്തിലുള്ളത് ദുനിയാവിൽ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം ലഭിച്ചവർക്കാണെന്ന്. അതിൻ്റെ കാരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന കുറേ ഹദീസുകളുണ്ട്, ചിലതൊക്കെ ദുർബലമാണ് എന്നാലും. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കം അങ്ങനെ, എന്തുകൊണ്ടാണ് ഈ ദുനിയാവിൽ നിന്ന് സൽക്കർമ്മം ചെയ്ത് സ്വർഗം നേടിയിട്ടുള്ള സ്ത്രീകൾ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ അവിടുത്തെ സ്വർഗീയ സ്ത്രീകളായ ഹൗറുല്ലീങ്ങളെക്കാളും ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തതായിട്ട് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ ഈ ദുനിയാവിൽ വെച്ച് നോമ്പ് നോട്ടില്ലേ, അവർ ഈ ദുനിയാവിൽ വെച്ച് നമസ്കരിച്ചില്ലേ, അവർ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചില്ലേ, അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിച്ചില്ലേ, അവർ അവരുടെ മക്കളെ പോറ്റിയില്ലേ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ലേ, ഭർത്താക്കന്മാർക്ക് ആവശ്യമായ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങൾ അവർ അപകല ഭേദമന്യേ ചെയ്തു കൊടുത്തില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതകളും യാതനകളും അവർ ജീവിതത്തിൽ അനുഭവിച്ചവരല്ലേ. അതുകൊണ്ടാണ് ദുനിയാവിലെ സ്ത്രീകൾ സ്വർഗീയ സ്ത്രീകളായ ഹൗറുല്ലീങ്ങളെക്കാളും ശ്രേഷ്ഠ പദവിയിൽ പരലോകത്ത് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനതിൻ്റെ ഹദീസിൻ്റെ ബലാബലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, എന്നാലും മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ വിഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അത്രയും സ്ത്രീകളെയൊക്കെ ഹൗറുല്ലീങ്ങളാകട്ടെ ദുനിയാവിലെ സ്ത്രീകളാകട്ടെ അവരെയെല്ലാം അങ്ങനത്തെ സ്ത്രീകൾക്കൊക്കെ അവിടെ ഇണകളുണ്ടായിരിക്കും. അപ്പോൾ ആണുങ്ങൾക്ക് മാത്രം ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ആണുങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളതിൽ വന്നില്ലേ, സ്ത്രീകളെയാണല്ലോ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ. അതായത് ഇവിടുത്തെ പോലെ ഉടമ്പടി കരാറൊന്നുമല്ല, അവർക്ക് ഇണകളാക്കി കൊടുക്കുന്നത്. സ്ത്രീകളെ ഇണകളാക്കി കൊടുക്കുന്നു പറയുമ്പോൾ ആ സ്ത്രീകൾക്ക് പുരുഷന്മാരായ ഇണകളും വന്നില്ലേ. ചിലർക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ആണുങ്ങൾക്ക് ഇഷ്ടംപോലെ ഇണകളെ കൊടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ? ആണുങ്ങൾക്ക് ഇണകളെ കൊടുക്കുന്നത് സ്ത്രീകളെ തന്നെയല്ലേ, അപ്പോൾ ആ സ്ത്രീകൾക്ക് ഇണകളായില്ലേ? അങ്ങനെയായിട്ട് ചിന്തിക്കില്ല, എന്നിട്ട് വെറുതെ വിമർശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ സ്വർഗത്തിലെ ഇണകളെ സംബന്ധിച്ച് മറ്റൊന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീ ഒരു വിവാഹിതയായി ഒന്നുകിൽ വിവാഹമോചനത്തിലൂടെ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതിലൂടെ അവർ വിധവയായി തീർന്നു. ആ വിധവയെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ കല്യാണം കഴിച്ചു, നാലാമതൊരാൾ കല്യാണം കഴിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ, അപൂർവമായിട്ടാണെങ്കിലും സംഭവിക്കാമല്ലോ. കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചു, അവൾ ചെറുപ്പക്കാരിയാണ്, വേറെ വിവാഹം കഴിക്കും, ചിലപ്പോൾ ആ ഭർത്താവ് മരിച്ചെന്ന് വരും, അപ്പോഴും അവൾ നല്ല യുവത്വത്തിലായിരിക്കും, അവർ വേറെ വിവാഹം കഴിച്ചെന്ന് വരും. ഇങ്ങനെ 2-3 വിവാഹമൊക്കെ ഒരു പക്ഷേ സ്ത്രീകൾക്ക് അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും. രണ്ടാമതൊരു വിവാഹം എന്നൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തോ നാലാമത്തോ അപൂർവമായിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ത്രീ ആരുടെ ഇണയായിരിക്കും നാളെ പരലോകത്ത്? ഒരേ സമയത്ത് 4 ഭർത്താക്കന്മാരുടെയും അല്ലെങ്കിൽ 2 ഭർത്താക്കന്മാരുടെയും ഇണയായിരിക്കാൻ ഒരു സ്ത്രീക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ പിന്നെ ആരുടെ ഇണയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിൽ അവർക്ക് അവസാനമായിട്ടുണ്ടായിരുന്ന ഭർത്താവ് ആരാണോ അവരുടെ ഇണയായിരിക്കും നാളെ പരലോകത്ത് അവരുണ്ടാവുക. അതും ഒരു പ്രോത്സാഹന, എന്ത് വിധവാ വിവാഹത്തിനുള്ളൊരു പ്രോത്സാഹന. അങ്ങനെ പോലും ധരിച്ച് ഒരു സ്ത്രീയും വിധവയായി തീർന്നാൽ കണ്ണീരൊലിപ്പിച്ച് ജീവിതം കഴിച്ച് തള്ളി നീക്കേണ്ടതില്ല. എനിക്ക് സ്വർഗത്തിൽ എൻ്റെ ഭർത്താവ് ഇല്ലാതായി പോകുമോ എന്ന് വിചാരിച്ചു കൊണ്ട് നിൽക്കരുത്. അതുപോലെ ഒരു പുരുഷനും ഒരു വിധവയെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത്. എനിക്ക് സ്വർഗത്തിൽ ഇവളുണ്ടാവില്ലല്ലോ, ഇവള് സ്വർഗത്തിൽ വേറൊരുത്തരുടെ കൂടെ പോകുമല്ലോ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കരുത് എന്നൊക്കെയുള്ള ഒരു പ്രേരണയും കൂടെ അതിൽ മറ്റൊരു ഭാഗത്തുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്, അള്ളാഹുവിന് അറിയാമല്ലോ മനുഷ്യൻ്റെ മാനസിക സ്ഥിതിയൊക്കെ. അപ്പോൾ അത് കൂട്ടത്തിൽ നിന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള തരുണികളായ സ്ത്രീകൾ പുരുഷന്മാർ, സമപ്രായക്കാരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇണകളായിട്ട് അവിടെ ജീവിക്കുന്നതാണ് സ്വർഗത്തിലെ. 55-ാമത്തെ ആയത്ത്, യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ. യദ്ഊന അവർ ആവശ്യപ്പെടും, അവർ വിളിച്ചു പറയുന്നതാണ്. യദ്ഊ പറഞ്ഞാൽ വിളിച്ചു പറയാൻ അർത്ഥമുണ്ട്, പ്രാർത്ഥിക്കാനൊരർത്ഥമുണ്ട്. അവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. അവർ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടും. ഫീഹ അവിടെ, ആ സ്വർഗത്തിൽ വെച്ച് അവർ ആവശ്യപ്പെടും. ബിക്കുല്ലി എല്ലാ ഫാക്കിഹത്ത് പഴവർഗ്ഗങ്ങളും, എല്ലാ തരം പഴവർഗ്ഗങ്ങളും അവർ ആവശ്യപ്പെടും. ഓരോന്നും, മുന്തിരി വേണം, ആപ്പിൾ വേണം, തെങ്ങ പഴം വേണം, അങ്ങേ പഴം വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നർത്ഥം. അതെല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാ വിളിച്ചു പറയണം, അതിൻ്റെ ആവശ്യമില്ല, അപ്പോഴേക്ക് അവർക്ക് ലഭിക്കും. അതായത് ഹദീസിൽ കാണാം, ഖുതൂഫു ഹാദാനിയ, ആ പഴങ്ങളുടെ കുലകളൊക്കെ അതിൻ്റെ കൊമ്പുകളൊക്കെ അവരുടെ അടുത്തേക്ക് ചാഞ്ഞിരിക്കുന്നതാണ്, ചെരിഞ്ഞു വരും. എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴേക്കും ആ പഴവർഗ്ഗം, ആ പഴത്തിൻ്റെ കുലകൾ അവരുടെ അടുത്തേക്ക് ചെരിഞ്ഞു വരുമെന്ന, അവർക്കതിൽ നിന്ന് ഇഷ്ടാനുസരണം പറിച്ചെടുക്കാം. മരത്തുമ്മ കയറി ഇടങ്ങാറാകേണ്ടതില്ല എന്നർത്ഥം, മുള്ളു കൊള്ളേണ്ടതില്ല.
അതൊക്കെ അവർ ഇച്ഛിക്കുന്നത് എന്താണോ അതൊക്കെയും അവർക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ ഇവിടുത്തെ ദുനിയാവുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഇവിടെ ദുനിയാവിൽ അങ്ങനെ വിചാരിക്കുമ്പോൾ കൂടെ ഒന്നും കിട്ടൂലല്ലോ. അതിനൊരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് അധ്വാനിക്കണം. അവിടെ യാതൊരു അധ്വാനം ആവശ്യമില്ല സ്വർഗത്തിൽ. പിന്നെ അവിടെ അധ്വാനമല്ലല്ലോ, അധ്വാനമൊക്കെ ഇവിടെ ദുനിയാവിൽ കഴിഞ്ഞില്ലേ. പിന്നെ സുഖസൗകര്യത്തിൻ്റെ ആസ്വദിച്ച് ജീവിക്കാനുള്ളതല്ലേ സ്വർഗം, എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ അവിടെ അവരിങ്ങനെ പലതും അവരാഗ്രഹിക്കും. അതുതന്നെയാണ് ഇവിടെ അവർ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് ലഭിക്കും. അവിടെ ആ ഫാക്കിഹത്ത് എല്ലാ പഴവർഗ്ഗങ്ങളും ആമീനീൻ അവർക്ക് സുരക്ഷിതമായിരിക്കുന്നു. പഴം കഴിക്കുമ്പോൾ ഇതിലെന്താ വൃത്തികേടുണ്ടോ, ഇതിലെന്താ വിഷം ഉണ്ടാവുക, ഇതിൽ വല്ല വവ്വാലിൻ്റെ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ഇപ്പോൾ വരുമോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പം മനുഷ്യന്മാർക്ക്. ഇപ്പം നമ്മളതിൻ്റെ സമയം. ഏത് പഴം പിന്നെ മരത്തുമെന്ന് പറിച്ചെടുത്താലും പേടിയാണ്, ഇതുപോലെ വല്ലതും ഉണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ ഒന്നും ഭയപ്പെടേണ്ടതിൽ ആമീനീൻ സുരക്ഷിതരാ, നിർഭയത്വമുള്ളവരവർ. ഏത് പഴം കഴിച്ചാലും ഒരപകടവും അവരെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അത്ര സുരക്ഷിതമായ ഇഷ്ടാനുസരണ പഴവർഗ്ഗങ്ങൾ അതിന് അവരാവശ്യപ്പെടും, അതവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആയത്തിലെ 51 ആയത്ത് മുതൽ 55 ആയത്ത് വരെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് സുഖകരമായ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ സ്വർഗത്തിലുണ്ട് എന്നാണ്. ഏതൊക്കെയാണ്? ഒന്നാമതായി പറഞ്ഞത് അവർ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരിക്കും അവരുടെ വാസം. അവരുടെ വാസസ്ഥലം സുരക്ഷിതമായ സ്ഥലം, അതാവശ്യമാണ്. വീട് സുരക്ഷിതമായിരിക്കണം, അല്ലേ? നമ്മുടെ വാസസ്ഥലം സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് പരമാവധി സുരക്ഷിതമായ മേഖല തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ പാർപ്പിടം നിർമ്മിക്കുന്ന സമയത്ത് സുരക്ഷിതമാക്കാൻ അതിൻ്റെ തറയോ അല്ലെങ്കിൽ അതിൻ്റെ ചുമരും അതിൻ്റെ മേൽക്കൂരയും എല്ലാ കാര്യങ്ങളും പരമാവധി സുരക്ഷിതമാക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞത് അതാണ്, 51 ആയത്തിൽ. പിന്നെ അതോടൊപ്പം തന്നെ വീട് സുരക്ഷിതമായ മാത്രം മതിയോ, പോരാ. തോട്ടങ്ങൾ വേണം, അതുപോലെ അരുവികൾ വേണം, കുടിക്കാനും കുളിക്കാനും ആവശ്യമായ വെള്ള സൗകര്യം വേണം. അതും മനുഷ്യൻ ശ്രദ്ധിക്കും. വെള്ളം കിട്ടുന്ന സ്ഥലത്താണോ ഞാൻ വീട് വെക്കുന്നത്? അപ്പോൾ അതും രണ്ടാമത് അള്ളാഹു പറയുകയാണ്, അതും അവിടെ ഉണ്ട്. മൂന്നാമത് പറയുന്നത് കുടിവെള്ളവും സുരക്ഷിതമായ വീടും കിട്ടിയാൽ മതിയോ, പോരാ. മനുഷ്യന് അണിയാൻ വസ്ത്രം വേണം, അത് അവൻ്റെ പ്രൗഢിക്ക് യോജിക്കുന്നതായിരിക്കണം, അത് മാന്യമായ വസ്ത്രമായിരിക്കണം. അതും അവിടെ അവർക്ക് ലഭിക്കുന്നു. സുന്ദുസായിട്ടും ഇസ്തബറക്കായിട്ടും വിവിധ തരം പട്ടു വസ്ത്രങ്ങളായിട്ട് ലഭിക്കുന്നു. ഇപ്പോൾ അത് മൂന്നും കിട്ടി. സുരക്ഷിതമായ വീടായി, പിന്നെ അരുവികൾ വെള്ള സൗകര്യമായി, പിന്നെ ധരിക്കാനുള്ള വസ്ത്രമായി. ഇത് മൂന്നും കിട്ടിയാൽ മതിയോ മനുഷ്യന്, പോരാ. പിന്നെയും വേണം. അതെന്താ പിന്നെ പറയുന്നത്? അവർക്ക് ഇണകൾ വേണം. സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിന് ഇണകൾ വേണം, അതും അവിടെയുണ്ട്. എന്നാൽ ഇതൊക്കെ കിട്ടിയാൽ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? ഇതെല്ലാം കിട്ടി. ഈ പറഞ്ഞ 4 ഒത്തിണങ്ങി. അഞ്ചാമതായിട്ട് മനുഷ്യന് വേണം, എന്ത് വേണം? ഭക്ഷണ സൗകര്യം വേണം, ഭക്ഷണം വേണം. അത് അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഏത് തരം ഭക്ഷണവും. അതിവിടെ പഴവർഗ്ഗങ്ങൾ പറഞ്ഞു എന്നുള്ളൂ, അല്ലാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. മത്സ്യമായും മത്സ്യത്തിൻ്റെ കരളുകളായും മാംസമായിട്ടും എല്ലാ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളും പലയിടത്തും പറയുന്നുണ്ടത്. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നുവോ, അവർക്ക് എന്തൊക്കെ തോന്നുന്നുവോ അതൊക്കെയും അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ 5 ഇനത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി 5 കഴിഞ്ഞാൽ പിന്നെ 6-മതുള്ള മറ്റൊരു കാര്യം പറയുകയാണ്. പിന്നെ ഒരു പേടിയുള്ളത്, ഇങ്ങനെയൊക്കെ സുഖസൗകര്യത്തോടുകൂടെ എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. സുരക്ഷിതമായ വീടാണ്, പിന്നെ അരുവികളുണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്, വസ്ത്രമുണ്ട്, ഇണകളുണ്ട്, ഭക്ഷണമുണ്ട്. ഇതെല്ലാം ഉണ്ടായാലും ഇനി അവസാനം ഒരു സംഗതി കൂടെ ഒരു പേടിയുണ്ട്. മരണം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. അതൊരു പേടിയാണല്ലോ. എത്രയൊക്കെ ഉണ്ടായാലും മരണം ഇവിടെ ദുനിയാവിൽ ശാശ്വതമാണ്, അല്ല, മരണം ഇവിടെ സുനിശ്ചിതമാണ്. അപ്പം മരണം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാട് തന്നെയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നേട്ടങ്ങളും തീർന്നു പോകുന്നതാണ് മരണം. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് തൊട്ടടുത്ത ആയത്തിൽ 56 ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 56 ആയത്തിൽ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല വവഖാഹും അദാബൽ ജഹീം. ലാ യദൂഖൂന അവർ ആസ്വദിക്കുകയില്ല, ഫീഹ അവിടെ, അല്ലെങ്കിൽ അവർ അനുഭവിക്കുകയില്ല, അൽ മൗത്ത മരണം അവരനുഭവിക്കുകയില്ല. ഇവിടെ സ്വർഗത്തിൽ വെച്ച് പിന്നെ മരണമില്ല, മരിച്ചു പോകുമോ എന്നുള്ള പേടി വേണ്ട. ഇല്ലൽ മൗത്തത്ത മരണമല്ലാതെ, അൽ ഊല ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊന്നും അവർ ആസ്വദിക്കേണ്ടി വരികയില്ല. ഒന്നാമത്തെ മരണമല്ലാതെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മരണമല്ലാതെ മറ്റൊരു മരണവും അവർക്കുണ്ടാവില്ല. വവഖാഹും അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യും, അദാബ് ശിക്ഷയിൽ നിന്ന്, ജഹീം നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം അതാണ്, മരണമുണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ നരകശിക്ഷ അവരെ ബാധിക്കുകയുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് കാത്തു രക്ഷിക്കും. അപ്പോൾ ഇവിടെ ആയത്തിലുണ്ടല്ലോ, അവർ ആ സ്വർഗത്തിൽ
ഒന്നാമത്തെ മരണമല്ലാതെ മറ്റു മരണമൊന്നും അനുഭവിക്കുകയില്ല അല്ലെങ്കിൽ ആസ്വദിക്കുകയില്ല എന്ന്. അപ്പോൾ സ്വർഗത്തിൽ മരണമുണ്ട് എന്നാ? ഒന്നാമത്തെ മരണം സ്വർഗത്തിലുണ്ട് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? അങ്ങനെയല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അഥവാ ആസ്വദിച്ചിട്ടുള്ള കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് നമ്മൾ അറിയാലോ, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നു. അങ്ങനെ അവർ ആസ്വദിച്ച് രുചിച്ചിട്ടുള്ള ഒന്നാമത്തെ ഒരു മരണമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു മരണമല്ലാതെ ഇനി മരണമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ മുഫസ്സിറുകൾക്ക് ഈ വിഷയത്തിലുണ്ടെങ്കിലും അതിൻ്റെ ആകത്തുകതാണ്. ജീവിതത്തിൽ നിങ്ങൾ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച ആ ഒരു മരണമല്ലാതെ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു മരണവുമില്ല, മരണമൊന്നും നിങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല. അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊരു മരണം ഇനി നിങ്ങൾക്കിവിടെ ഇല്ല, പേടിക്കണ്ട. പിന്നെ എന്തെങ്കിലും ശിക്ഷ നിങ്ങൾക്ക് വരുമോ, അതും പേടിക്കണ്ട. വഖാഹും, അള്ളാഹു അവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഈ നരക ശിക്ഷയിൽ നിന്ന്. 57-ാമത്തെ ആയത്ത്, ഫളൻ മിർ റബ്ബിക ദാലിക ഹുവൽ ഫൗസുൽ അളീം. ഫളൻ, ഔദാര്യമായി കൊണ്ടാകുന്നു ഇതൊക്കെയും നൽകുന്നത്. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അതൊക്കെയും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹം എന്ന നിലക്ക് നൽകുകയാണ്. മിർ റബ്ബിക, നിൻ്റെ റബ്ബിൽ നിന്നുള്ള, റബ്ബ് നിൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹം എന്ന നിലക്കാണ് ഇതൊക്കെ ലഭിക്കുന്നത്. ദാലിക, ഇത് ഈ പറഞ്ഞതെല്ലാം, ഇത് ഈ സ്വർഗം കിട്ടുക എന്നത് ഹുവ, അതാകുന്നു അൽ ഫൗസ്, വിജയം, അൽ അലീം, മഹത്തായ വിജയം അഥവാ മഹത്തായ ഭാഗ്യം. ഫൗസിന് വിജയം, ഭാഗ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ സ്വർഗം നേടുക, സ്വർഗം കിട്ടുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ഭാഗ്യം. അത് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ ഔദാര്യം കൊണ്ടാണ് കിട്ടുന്നത്. കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ദുഷ്കർമ്മം അവസാനമായിട്ട് വരികയും ചെയ്താൽ എല്ലാം പോയി. ആഖിബത്തുണ്ടല്ലോ, അന്ത്യം. ഒരു മനുഷ്യൻ്റെ അന്ത്യം നന്നായിരിക്കണമെന്ന. ജീവിതകാലം മുഴുവനും മുത്തഖിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മനുഷ്യൻ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ശിർക്കൻ പ്രവർത്തനങ്ങളിലൂടെയാണ് പോകുന്നത്, ശിർക്കിൻ്റെ വചനവും ഉച്ചരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ കർമ്മങ്ങളൊക്കെയും അതോടുകൂടെ നിഷ്ഫലമായി പോയി. അവസാനത്തത്, അതാണ് ആഖിബത്ത് നന്നാവണം എന്ന് പറഞ്ഞത്. എല്ലാ മനുഷ്യനും അവൻ്റെ ആഖിബത്ത് അനുസരിച്ചാണെന്നുള്ള ഹദീസിൽ കാണാം. ആ അന്ത്യം നന്നാവുന്നതിന് വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണിത്. 58-ാമത്തെ ആയത്ത്, فإنما يسرناه بلسانك لعلهم يتذكرون. فإنما, തീർച്ചയായും, യസ്സർന, നാം എളുപ്പമാക്കി, ഹു, ഇതിനെ, അതായത് ഈ വിശുദ്ധ ഖുർആനെ, ബി ലിസാനിക, നിന്റെ ഭാഷയിൽ, ലഅല്ലഹും, അവരാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരായേക്കാം, യതദക്കറൂൻ, മനസ്സിലാക്കുന്നവരായേക്കാം അല്ലെങ്കിൽ ഉറ്റാലോചിക്കുന്നവരായേക്കാം. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിലായിട്ട് നിനക്ക് നാം അവതരിപ്പിച്ച് തന്നത്, ഇതിനെ എളുപ്പമാക്കി തരികയും ചെയ്തത് ഈ ജനങ്ങൾ, ഈ മക്കാ മുശ്രിക്കുകളും തുടർന്ന് അതിന് ചുറ്റുഭാഗമുള്ളവരും അതിനെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും, ഇതൊക്കെ മുൻ സൂറത്തിൽ നമ്മൾ പഠിച്ചതാണ്. ആദ്യം മക്കയിലെ ജനങ്ങളും പിന്നെ അതിൻ്റെ പരിസരത്തുള്ളവരും, അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കും, അങ്ങനെ കാലാന്തരത്തിൽ കുറച്ച് കാലങ്ങളെ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും, ലോകം എവിടെയൊക്കെ മനുഷ്യർ വാസമുണ്ടോ അവിടെ എല്ലാം ഉള്ള ജനങ്ങൾക്ക് പിന്നെ ചിന്തിക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഉത്ബോധനം എന്ന നിലക്കാണ് ഈ വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിൽ തന്നെ അതും എളുപ്പമാക്കിയിട്ട് അള്ളാഹു നൽകിയത്. അവിടെ പറഞ്ഞത് എന്താ? യസ്സർനാഹുന, ഈ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഇന്നമാ യസ്സർനാ, നമ്മൾ ഈ വിശുദ്ധ ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. പഠിക്കുന്നവർക്ക്, ഉത്ബോധനം സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് എളുപ്പമാണ്. എന്നിട്ട് ഇന്നത്തെ പണ്ഡിതന്മാരെന്ന വേഷം ധരിച്ചവർ പറയും, അഭിമാനിക്കുന്നവർ പറയും, ഖുർആൻ ഭയങ്കര ഇടങ്ങാറാണ്, ഖുർആൻ പഠിക്കാൻ കഴിയില്ല, ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആൻ മനസ്സിലാക്കണമെങ്കിലൊക്കെ മഹാപണ്ഡിതന്മാർക്ക്, അഗാധ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലാതെ സാധാരണക്കാർക്കൊന്നും ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു പുരോഹിത വർഗം ഇന്നും മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, ഖുർആനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവർ. അതല്ല, ഖുർആൻ എളുപ്പമാക്കി എന്ന് അള്ളാഹ് പറയാണ്. അള്ളാഹ് പറയുന്നത് ഖുർആൻ എളുപ്പമാക്കിയെന്ന്. അപ്പോൾ മനുഷ്യന്മാർ പറയുന്നത് അള്ളാഹ് ഖുർആൻ എളുപ്പമല്ല, ഞെരുക്കമാക്കിയിരിക്കുകയാണെന്ന്. ഏതാ സ്വീകരിക്കേണ്ടത്? ഖുർആൻ വളരെ പ്രയാസമാണ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കോ, ഖുർആൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വാക്കോ, ഏതാ സ്വീകരിക്കേണ്ടത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് പറഞ്ഞില്ലേ, വളരെ എളുപ്പമാണ്, പഠിക്കാൻ തയ്യാറാകട്ടോ. അത് ചിന്തിക്കുന്നതിന് വേണ്ടി, ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്, അവർ ആലോചിച്ച് കാര്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. തദ്കിറ, ഒരു ഉത്ബോധനം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ദിക്ർ അഥവാ ഉത്ബോധനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഖുർആൻ എളുപ്പമാക്കിയത്. തുടർന്നുള്ള പറയാണ്, ഫർതഖിബ് ഇന്നഹും
മുർത്തഖിബൂൻ. ഫർത്തഖിബ് ആകയാൽ നീ കാത്തിരിക്കുക, ഇന്നഹും തീർച്ചയായും അവർ മുർത്തഖിബൂൻ കാത്തിരിക്കുന്നവർ തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്നതും കാത്തിരിക്കുകയാണ്. അന്ത്യം കാത്തിരിക്കുകയാണ്, അവരുടെ മരണം കാത്തിരിക്കുകയാണ്. വിശ്വസിക്കാൻ അവർ സന്നദ്ധമാകുന്നില്ല, ഖുർആൻ അംഗീകരിക്കാൻ അവർ സന്നദ്ധമാകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നത്, എന്നാ പിന്നെ നീ കാത്തിരുന്നോ, അവർക്കെന്താ വരുന്നത് വെച്ചാൽ വരട്ടെ, അവരും അങ്ങനെ കാത്തിരുന്നു കൊള്ളട്ടെ, ഭയപ്പെടണ്ട, അവർ പോണ വഴിക്ക് പോട്ടെ, നിന്റെ ഉത്തരവാദിത്തം പ്രബോധനം മാത്രമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ദുഖാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിൻ്റെ ചെറിയൊരു ആശയ വിശദീകരണമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പഠിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആൻ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഖുർആൻ വളരെ എളുപ്പമാക്കിയെന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഖുർആൻ പഠിക്കാതെ മറ്റെന്തൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടും ദുനിയാവിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് ഖുർആനെ സംബന്ധിച്ച് എന്തായിരുന്നു നമ്മുടെ നിലപാട് എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. അമ്മാ ഇമാമുക്ക്, അതിൻ്റെ ഇമാം ആരാണ്, ഇമാം ഏതാണ്, നിൻ്റെ ഇമാം ഏതാണ് എന്ന് ഖബറിൽ വെച്ചുള്ള ചോദ്യമാണ്. മറുപടി പറയേണ്ടത് ഖുർആനാണ് എൻ്റെ ഇമാം എന്നാണ്, എൻ്റെ വഴികാട്ടി, നിൻ്റെ വഴികാട്ടി ആരാണടോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടത് എൻ്റെ വഴികാട്ടി എൻ്റെ വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു നൽകിയ, പ്രവാചകനിലൂടെ നൽകിയ അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ് എൻ്റെ വഴികാട്ടിയ എന്ന് പറയേണ്ടവരാണ് ഖബറിലുള്ള മലക്കുകളുടെ ചോദ്യത്തിന് സത്യവിശ്വാസികൾ. അപ്പോൾ അത് പറയണമെങ്കിൽ ആ ഖുർആൻ വഴികാട്ടിയായിരിക്കണം ജീവിതത്തിൽ. അത് പഠിക്കണം, അത് ഉൾക്കൊള്ളണം. പഠിച്ചാൽ പോരാ, ഉൾക്കൊള്ളണം. വെറും പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല. പരീക്ഷയ്ക്കെന്ന് പറഞ്ഞാൽ വെറുതെയാണ്, അതൊരു പേരിന്, ഒരു പരിശോധന എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. പഠിക്കുക, ഖുർആൻ ഉൾക്കൊള്ളുക. പഠിച്ചാൽ പോരാ, അത് ഉൾക്കൊള്ളുക. ജീവിതത്തിൽ മാറ്റമുണ്ടാവണം. ജീവിതത്തിലെ ഖുർആൻ പഠിച്ചിട്ട് നേരത്തെയുള്ള ജീവിത ശൈലിയിൽ നിന്നൊരു മാറ്റവും നമുക്ക് വരുന്നില്ലെങ്കിൽ പിന്നെന്തിനാ ഖുർആൻ പഠിക്കുന്നത്? പിന്നെന്താ അതുകൊണ്ട് ആവശ്യം? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആൻ പഠിക്കുക, ജീവിതം നന്നാക്കി തീർക്കുക, അള്ളാഹുവോട് സദാ ദുആ ചെയ്യുക അന്ത്യം നന്നാക്കുന്നതിന് വേണ്ടി. സ്വർഗം ലഭിക്കുക എന്നതാണ് മഹത്തായ വിജയം, അതാണ് മഹത്തായ ഭാഗ്യം. ആ ഭാഗ്യം നേടിയെടുക്കാൻ അള്ളാഹുവോട് സദാ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുക, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തഖികളായി ജീവിക്കാനും മുത്തഖികളും മുഅ്മിനുകളുമായി മരിക്കാനുമുള്ള ഭാഗ്യം നമുക്കൊക്കെയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അള്ളാഹു പരലോക ജീവിതം സുഖവും സൗഖ്യവുമാക്കി തീർക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.